നമസ്കാരം. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമ വലിയ രീതിയിൽ ഇപ്പോൾ എല്ലാ തിയേറ്ററുകളിലും ഇപ്പോൾ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദർശനം നടക്കുന്നതോടൊപ്പം തന്നെ ധാരാളം വിവാദങ്ങളും ഈ സിനിമയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. എല്ലാ മതവിഭാഗക്കാരും സജീവമായി തന്നെ ഇത് ചർച്ചയാക്കുന്നുണ്ട്. ഒരു മതവിഭാഗം തങ്ങളെ അനുകൂലിക്കുന്നതായിട്ട് ഈ സിനിമയെ പ്രഖ്യാപിക്കുമ്പോൾ മറ്റ് വിഭാഗങ്ങൾ തങ്ങൾക്കെതിരാണ് ഈ സിനിമ എന്ന വിലയിരുത്തലിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഹൈന്ദവരാണെങ്കിൽ തങ്ങളെ വളരെയേറെ വേദനിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുമ്പോൾ, ക്രൈസ്തവർ തങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് ഇതിന്റെ ആവിഷ്കാരം എന്നാണ് ക്രൈസ്തവ സമൂഹം പറയുന്നത്. പ്രത്യേകിച്ച് സാത്താൻ സേവയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് ഈ സിനിമയെ വിലയിരുത്തുന്നത്. അപ്പോൾ ലൂസിഫർ എന്ന സിനിമ തന്നെ നമുക്കറിയാം. ലൂസിഫർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ദൈവത്തിന് മറുത്ത് പിശാച് എന്നുള്ള ഒരു രീതിയിലാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലൂസിഫർ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ക്രൈസ്തവ സമൂഹം വിലയിരുത്തുന്നത് ദൈവത്തിന്റെ എതിരാളിയായ ചെകുത്താനെയാണ്. അതിനെ ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ സിനിമ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സമൂഹം ആകെ. ഒരുപാട് ആൾക്കാരെ പറയുന്നില്ല, എങ്കിലും ബഹുഭൂരിപക്ഷം പേരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചർച്ചയാകുന്നുണ്ട്. ക്രൈസ്തവ മേഖലകളിൽ ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ സിനിമ. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു വീട്ടമ്മയുടെ പ്രതികരണം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. ആ വീഡിയോ ക്ലിപ്പാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കേൾപ്പിക്കുന്നത്. ആ സിനിമയുടെ പേര് കണ്ടപ്പോൾ മനസ്സിലോട്ട് കടന്നു വന്നത് കേരളത്തിലെ നസ്രാണി കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വരയ്ക്കുന്ന വലിയ കുരിശുവരെയാണ്. അതായത്, എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈ വലിയ കുരിശുവരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിൽ തന്നെ കേരളത്തിലെ നസ്രാണികളിലാണ് ഈ വലിയ കുരിശുവര സ്വന്തമായിട്ടുള്ളത്. തമ്പുരാൻ എന്ന് വളരെ ബഹുമാനത്തോടും ആദരവോടെയുമാണ് കേരളത്തിലെ ഓരോ ക്രിസ്ത്യാനികളും ആ പദം വിളിക്കുന്നത്. ഈ തമ്പുരാൻ എന്ന പദത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പദമാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കണ്ടപ്പോൾ, ആ സിനിമയ്ക്ക് ഉപയോഗിച്ച പദത്തിന്റെ അർത്ഥം നോക്കിയപ്പോൾ, ആ സിനിമയുടെ ഡയറക്ടറായ പൃഥ്വിരാജ് ഇങ്ങനെയാണ് പറയുന്നത്: എൻ ഏഞ്ചൽ ഹു ഈസ് മോർ ദാൻ എ കിങ് ആൻഡ് ലെസ് ദാൻ ഗോഡ്. അത് സാത്താനാണെന്ന് ഏതൊരു കൊച്ചു കുഞ്ഞിനും പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവരുടെ ആദ്യത്തെ സിനിമയായ ലൂസിഫറിന്റെ അവസാന ഭാഗത്തിൽ ഇവർ രണ്ടാമത്തെ സിനിമയ്ക്ക് ഉപയോഗിച്ച സാത്താന്റെ ആ പേര് ഉപയോഗിച്ച് ഗ്ലോറിഫൈ ചെയ്താണ് ആദ്യത്തെ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമയുടെ ട്രെയിലറിന്റെ അടിക്കുറിപ്പായിട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുകയുണ്ടായി. അത് ഈ സിനിമയിൽ തന്നെ അഭിനയിക്കുന്ന നായകന്മാരുടെ ഫേസ്ബുക്കിൽ അവർ കൊടുത്തിരിക്കുന്ന ട്രെയിലറിന്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്: ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. വൺസ് യു മേക്ക് എ ഡീൽ വിത്ത് ദ ഡെവിൾ ദർ ഇസ് നോ വേ ബാക്ക്. എന്താണ് ഇതിനർത്ഥം? നിങ്ങൾ പിശാചുമായി ഒരു ഡീൽ ഉണ്ടാക്കുന്നു, പിശാചുമായി ഡീൽ ഉണ്ടാക്കിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ലെന്ന്. ട്രെയിലറിന്റെ തന്നെ അടിക്കുറിപ്പായി വേറൊന്ന് കണ്ടു: റിമെമ്പർ ഇറ്റ് ഈസ് യു ഹു സമ്മൺ ദ ഡെവിൾ അറ്റ് ദിസ് അവർ. എന്താണ് ഇതിനർത്ഥം? ഈ മണിക്കൂറിൽ ഓർക്കുക, നിങ്ങളാണ് പിശാചിനെ വിളിച്ച് വരുത്തുന്നത്. ഈ മണിക്കൂർ എന്നതിന് വലിയ പ്രത്യേകതയുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുവിശേഷം കേട്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരാണ്. ഈ മണിക്കൂർ എന്നത് എവിടെയാണ് നിങ്ങൾ ബൈബിളിൽ കണ്ടിരിക്കുന്നത്? യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ 12 പ്രാവശ്യം ഈ മണിക്കൂറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണ് ഈ മണിക്കൂർ? ക്രിസ്തു ആത്മാവിൽ നെടുവേർപ്പിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്: പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പെസഹ കുഞ്ഞാടായ ഈശോ ഈ മണിക്കൂറിലാണ് പെസഹ പൂർത്തിയാക്കിയത്, കുരിശിൽ വെച്ച് ആ പെസഹ പൂർത്തിയാക്കിയത്. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ആ മണിക്കൂറിലാണ് ഈശോ നമുക്ക്, യോഹന്നാൻ ശ്ലീഹായ്ക്ക്, പരിശുദ്ധ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത്. അതിനുശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായ ഈശോ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഈ സിനിമയുടെ ട്രെയിലറിൽ കണ്ടപ്പോൾ ചില ഡയലോഗുകൾ ശ്രദ്ധിച്ചു. ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാനാണ്? നമ്മുടെ തന്നെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ദൈവപുത്രനായ ഈശോ. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ, കേരളത്തിലെന്നല്ല എല്ലാ ക്രിസ്ത്യാനികളുടെയും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രം. ഈ സിനിമയുടെ ഒരു ഡയലോഗ് ഇങ്ങനെയാണ്: പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോഗോളങ്ങളുടെ തമ്പുരാൻ. ഇതെല്ലാം കേട്ട് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിവേചനപരത്തോടെ തീരുമാനങ്ങൾ എടുക്കുക. എല്ലാത്തിനുപരി എല്ലാവരും ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമായി കേരളത്തിലെ നസ്രാണികൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഈ വലിയ കുരിശുവര പല പ്രാവശ്യം ചെയ്യുക. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.